ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കുടുംബത്തിന്റെ എല്ലാ സമാധാനവും സന്തോഷവും പൈശാചികമായി തച്ചു തകർക്കപ്പെട്ടോടത്ത് പ്രിയപ്പെട്ട ഭർത്താവിനെ ചേർത്ത് പിടിച്ച് ഒരു പെണ്ണ് ആ ത്യാഗത്തിൽ തന്റെ ഭർത്താവിന്റെ കൂടെ കൂട്ടിരുന്ന 18 വർഷത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ആ കുടുംബ വിശേഷങ്ങളിലേക്കാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ പഠനം കടന്നു ചെല്ലുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധമായ ഖുർആൻ പല അധ്യായങ്ങളിലും ആ പ്രവാചകനെ, ആ കുടുംബനാഥനെ ഓർക്കണം എന്ന് വ്യത്യസ്ത ആയത്തുകളുടെ അവതരണത്തിലൂടെ നമ്മെ തെര്യപ്പെടുത്തുന്നത് നമുക്ക് ധാരാളം കാണാൻ കഴിയും. ആ മഹാനവറുകളുടെ പേരാണ് സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാം. മഹാനവറുകൾക്ക് അവിടുത്തെ രോഗശയ്യയിലും മറ്റും ഖിദ്മത്ത് ചെയ്ത ഭാര്യയുടെ ആ വിട്ടുവീഴ്ച മനസ്സും ഭാര്യയുടെ ആർദ്രമായ ഇടപെടലും അത് ലോകത്തുള്ള എല്ലാ ഭാര്യമാർക്കും മാതൃകയാണ് എന്ന തത്വമാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ സംസാരത്തിൽ നാം ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബ പരമ്പര നമുക്ക് പരിചയപ്പെടാം. മഹാനവറുകൾ അള്ളാഹുവിന്റെ ഖലീലായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനായ ഇസ്ഹാഖ് നബിയുടെ പരമ്പരയിലാണ് വന്നിട്ടുള്ളത്. ഇസ്ഹാഖ് നബിക്ക് പ്രധാനമായും 2 മക്കളാണ് ഉണ്ടായിരുന്നതെന്നും അതിൽ ഒരാൾ യാക്കൂബ് നബിയും യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജ്യേഷ്ഠനായ ഐസ് എന്ന പേരുള്ള മറ്റൊരു മകനുമാണ്. ഐസിന്റെ പരമ്പരയിൽ ഐസിന്റെ മകൻ, റൂം എന്ന് പറയുന്ന മനുഷ്യന്റെ മകൻ, റാസിഹ് എന്നവരുടെ മകൻ, അമൂസ് എന്നവരുടെ മകനാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം എന്നാണ് ചരിത്രത്തിന്റെ പ്രധാനമായ അഭിപ്രായം. അല്ലാഹു തആല മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ റബ്ബിന്റെ നബിയായും മഹാനവറുകളെ കാലഘട്ടത്തിന്റെ മഹാനായ പ്രവാചകനും സൂഫിയുമായും തെരഞ്ഞെടുത്തിരുന്നു. മഹാനവറുകളുടെ ദേശം ഏകദേശം ഡമസ്കസിനോട് അടുത്ത് വരുന്ന ഒരു പ്രദേശമായിരുന്നു. അവരുടെ ഭാര്യയുടെ പേര്, ഭാര്യയെക്കുറിച്ച് വിശദമായി നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നുണ്ട്. ഭാര്യയുടെ പേര് റഹ്മത്ത് എന്നാണ്. അതായത് റഹ്മത്ത് ബിന്ത് അഫ്രാഷിം ഇബ്നു യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പരമ്പരയിലൂടെ വന്നിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ, മഹദിയായ റഹ്മത്ത് റളിയല്ലാഹു അൻഹ. അതല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ലിയ ബിന്ത് യാക്കൂബ് എന്നും അഭിപ്രായമുണ്ട്. യാക്കൂബ് നബിയുടെ മകളായ ലിയയാണ് എന്നും അഭിപ്രായമുണ്ട്. അതല്ല, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ അഫ്രാശീമിന്റെ മകള് റഹ്മത്ത് എന്നും ആ സഹോദരിയെ കുറിച്ച്, ആ ഭാര്യയെ കുറിച്ച്, ആ മഹദി അവറുകളെ കുറിച്ച് ചരിത്രത്തിൽ ചർച്ചയുണ്ട്. ഏതായാലും അല്ലാഹു തആല അദ്ദേഹത്തിന് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങളും ഒരു സുപ്രഭാതത്തിൽ നശിച്ചു പോകുമ്പോ, അല്ലെങ്കിൽ അതെല്ലാം കാണാതാകുമ്പോ, അതെല്ലാം നഷ്ടപ്പെടുമ്പോൾ ആ മനുഷ്യനെ ചേർത്ത് പിടിച്ചത് പ്രിയപ്പെട്ട ഭാര്യയാണ്. റഹ്മത്ത് എന്ന പേരായിരിക്കും അവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അനുയോജ്യമായത്. ചരിത്രത്തിൽ അവരെ ആ അർത്ഥത്തിൽ തന്നെ പരിചയപ്പെടുത്തുന്നതും കാണാം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറ്റു വിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, മഹാനവറുകൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച മഹത്തുക്കളായ ആളുകളിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ള മനുഷ്യനും ഏറ്റവും വലിയ തഖ്വയുള്ള മനുഷ്യനുമായിരുന്നു. എത്രത്തോളം ഈ മഹാനുഭാവനെ മലക്കുകൾക്കിടയിൽ വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാബിർ എന്ന രീതിയിലായിരുന്നു. അതായത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമിക്കാൻ കഴിയുന്ന അസാധ്യമായ കഴിവ് സയ്യിദുന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. ഷാക്കിർ എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കൈപ്പേറിയ സന്ദർഭത്തിലും അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ആ സന്ദർഭമെന്ന് ഉറച്ചു വിശ്വസിച്ച് അതിൽ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു മഹാൻ എന്ന പദവിയും ആ മഹാനവറുകൾക്കുണ്ടായിരുന്നു. തകല്ലമൽ മലായികതു അൻഹു വഅക്സറു മദ്ഹ. മഹാന്മാരായ മലക്കുകൾ ഈ പ്രവാചകനെ കുറിച്ച് ധാരാളം സംസാരിക്കുകയും മഹാനവറുകളെ കുറിച്ചുള്ളതായ പുകഴ്ത്തലുകൾ അവർക്കിടയിൽ നല്ല പ്രചാരത്തിലുമായിരുന്നു. എത്രത്തോളം ഒരു മലക്ക് ഈ മഹാനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ചരിത്രത്തിൽ ചർച്ചയാണ്. മാ അലൽ അർദിൽ യൗമ ഖൈറും മിൻ അയ്യൂബ്. ഇന്ന് ഭൂമിയിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളിലെ ഏറ്റവും ഉത്കൃഷ്ടൻ അയ്യൂബ് നബി അലൈഹിസ്സലാമാണ് എന്ന് ഒരു മലക്ക് പറയും വിധം ആ മഹാനുഭാവന്റെ ശ്രേഷ്ഠതകളെ ലോക ചരിത്രം ചർച്ചയാക്കിയതാണ്. അള്ളാഹു ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു. സാമ്പത്തികമായും ശാരീരികമായും കുടുംബപരമായും വ്യക്തിപരമായും ഒക്കെ ധാരാളം പരീക്ഷണങ്ങൾ കൊടുത്തു. പൈശാചികമായ ഒരു നേതൃത്വം തന്നെ ഈ പരീക്ഷണങ്ങളിൽ അള്ളാഹു വെച്ചിരുന്നു എന്നതാണ് ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുന്നത്.
മഹാനവറുകൾ ആ വിഷയങ്ങളിലൊക്കെ വളരെ ഗംഭീര വിജയം കൈവരിച്ച് അള്ളാഹുവിന്റെ പൊരുത്തത്തിലേക്ക് കൂടുതൽ അടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ മഹാനവറുകളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ചരിത്രത്തിൽ എമ്പാടും നമുക്ക് കാണാനുണ്ട്. ഏതായാലും ഖുർആൻ സൂറത്ത് സ്വാദിലൂടെ ഈ മഹാന്റെ ജീവിത വിശേഷങ്ങൾ പറയുന്ന ആയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. സൂറത്ത് സ്വാദിന്റെ 41, 42, 43, 44 ആയത്തുകളാണ് തൽക്കാലം നമ്മൾ ചർച്ചക്കെടുക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും നമുക്ക് അമല് ചെയ്യാനുള്ള ഭാഗ്യവും നൽകട്ടെ എന്ന് വീണ്ടും ദുആ ചെയ്യുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب اركض برجلك هذا مغتسل بارد وشراب ووهبنا له أهله ومثلهم معهم رحمة منا وذكرى لأولي الألباب وخذ بيدك ضغثا فاضرب به ولا تحنث إنا وجدناه صابرا نعم العبد إنه أواب. ഈ 4-5 ആയത്തുകളിലൂടെ ആ മഹാന്റെ ജീവിതത്തെ അള്ളാഹു നമ്മുടെ മുന്നിൽ ഹ്രസ്വമായി പരിചയപ്പെടുത്താണ്. വദ്കുർ അബ്ദന അയ്യൂബ, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് ഓർക്കണം. അതായത് ഖുർആനിന്റെ ഈ വിളിയാളം കേട്ടിട്ടുള്ള എല്ലാവരും ഓർക്കണം. ആരെ ഓർക്കണം? ആരുടെ ചരിത്രം അനുസ്മരിക്കണം? അബ്ദന, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളപ്പോൾ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് അബ്ദ് ചേർത്ത് തന്റെ അടിമയെ വിളിക്കുക എന്നത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗല. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബിഅബ്ദിഹി എന്ന പ്രയോഗം നടത്തിയതിനെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുമുള്ള ഒരു ഉദ്ധരണി ഇബ്നു കസീറിനെ പോലെയുള്ളവർ രേഖപ്പെടുത്തുന്നുണ്ട്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളപ്പോൾ തന്റെ അടിമയെ അവൻ വിളിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പേരാണ് അബ്ദ് എന്ന്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് ഖുർആനിൽ കാണാം അബ്ദ് എന്ന പ്രയോഗം. മൂസ നബിയെ കുറിച്ച് കാണാം. ധാരാളം നബിമാരെ കുറിച്ച് അങ്ങനെ കാണാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തെയും അള്ളാഹു പ്രിയപ്പെട്ട അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സല്ലാ എന്ന് പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു വിഷമഘട്ടത്തിൽ അവിടുത്തെ നിസ്കാരത്തെ അബൂജഹലിനെ പോലെയുള്ളവർ പ്രതിരോധിച്ച നേരത്ത് അള്ളാഹു ആ നിസ്കരിച്ച നബിയെ കുറിച്ച് പറഞ്ഞത് അബ്ദ് എന്ന പ്രയോഗമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രയോഗമാണ് അവിടുത്തെ പ്രവാചകന്മാരായാലും അവന്റെ അടിമകളായാലും അബ്ദ് എന്ന് വിളിക്കുക. അതുകൊണ്ടാണ് മഹാന്മാര് കുട്ടികൾക്ക് പേരിടുമ്പോൾ അബ്ദുള്ള എന്ന പ്രയോഗത്തെ വളരെയധികം, ആ പേരിനെ വളരെയധികം 1-ാം സ്ഥാനത്തേക്ക് പോലും എടുത്തു കാണിച്ചത്. അബ്ദുള്ള എന്നത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖുർആൻ വിശേഷിപ്പിച്ച നാമമാണ്. ഖുർആനിലൂടെ അള്ളാഹു എനിക്ക് 7 നാമങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസമ്മിൽ, മുദ്ദസിർ, യാസീൻ അങ്ങനെ തുടങ്ങി അതിൽ അതിപ്രധാനപ്പെട്ട ഒരു പേര് അഹ്മദ്, മുഹമ്മദ്, അബ്ദുള്ള. ഈ അബ്ദുള്ള എന്നത് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് കാണിക്കുന്നത്. ഈ ആയത്തിൽ മഹാനായ അയ്യൂബ് നബിയെ അള്ളാഹു വിളിക്കുന്നത് അബ്ദ് എന്ന പ്രയോഗമാണ്. നമുക്ക് ആയത്തിലേക്ക് കടന്നു വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദ്കുർ അബ്ദനാ അയ്യൂബ, എന്റെ പ്രിയപ്പെട്ട അടിമ മഹാനായ അയ്യൂബ് നബിയെ അങ്ങ് ഓർക്കണം പ്രവാചകരെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭം എന്താ? ഇദ്നാദാ റബ്ബഹു, മഹാനവറുകൾ ഗത്യന്തരമില്ലാതെ അള്ളാഹുവിനെ വിളിച്ചുപോയി. സഹിക്കാവുന്നതിന്റെ പരമാവധിയാണ്. അള്ളാഹു പരീക്ഷിക്കല്ലേ. എന്താ വിളിച്ചുപോയത്? അന്നി മസ്സനിയ ശൈത്വാനു ബിനുസ്ബിൻ വഅദാബ്.
അല്ലാഹുവേ, എനിക്ക് വേദനയും അസഹ്യമായ പരീക്ഷണവും ബുദ്ധിമുട്ടുകളും പൈശാചികമായി സംഭവിച്ചിരിക്കുന്നു. അല്ലാഹ് അന്നി മസ്സനിയ ളുറു എന്നും കാണാം ചില ആയത്തില്. അന്നി മസ്സനിയ ശൈത്താൻ എന്നാണ് സൂറത്ത് സ്വാദിലെ ഈ ആയത്തിലുള്ളത്. ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് ഇമാം റാസി രേഖപ്പെടുത്തുന്നു, ഇമാം ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു. രണ്ടും കൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് വായിച്ചു നോക്കാം. മഹാനവറുകൾക്ക് എന്ത് ബുദ്ധിമുട്ടാണ് അള്ളാഹു കൊടുത്തത്? ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് മഹാനവറുകൾ അള്ളാഹുവോട് വിഷമം വിളിച്ചു പറയുന്നതിന്റെ ശരിയായ ഭാഗം എന്തൊക്കെയാണ്? ഇമാം റാസി കൊടുക്കുന്ന വ്യാഖ്യാനം ശ്രദ്ധിച്ചോ. ഇന്ന ഇബ്ലീസ സഅല റബ്ബഹു ഫഖാല ഹൽ ഫീ അബീദിൻ മൻ ലൗ സല്ലതനി അലൈഹി യംതനിഉ മിന്നി. ഒരിക്കൽ അള്ളാഹുവോട് ഇബ്ലീസ് ചോദിച്ചുവത്രേ, അള്ളാഹുവേ, നിന്റെ അടിമകളിൽ എന്നെ നീ ആധിപത്യം ഏൽപ്പിച്ചാൽ, ഞാൻ ചെന്ന് എന്റെ കുതന്ത്രങ്ങൾ കാണിച്ചാൽ അവിടെ ഞാൻ പരാജയപ്പെട്ടു പോകുന്ന മഹാനായ ഏതെങ്കിലും അടിമകൾ നിനക്കുണ്ടോ? ഇബ്ലീസ് അള്ളാഹുവിനോട് ചോദിക്കാം, നിന്റെ അടിമകളിൽ എനിക്ക് നീ ആധിപത്യം തന്നാൽ ഞാൻ എന്റെ കുതന്ത്രങ്ങളും എന്റെ ഹിക്മത്തുകളൊക്കെ കാണിച്ചു നോക്കും. എന്റെ കെണിവലയത്തിൽപ്പെടാതെ എന്നെ പ്രതിരോധിക്കാൻ കഴിയുന്ന, എനിക്ക് അസാധ്യമായി പോകുന്ന ഏതെങ്കിലും മഹാനായ അടിമ നിന്റെ അടിമകളിൽ ഉണ്ടോ എന്ന അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ഇബ്ലീസ് അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്. അള്ളാഹു പറഞ്ഞു, ഉണ്ടടോ. അള്ളാഹു പറഞ്ഞു, അബ്ദി അയ്യൂബ്. അവിടെ അല്ലാഹു പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട അയ്യൂബ് ഉണ്ട് അലൈഹിസ്സലാം. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേൽ ഇബ്ലീസിന് അള്ളാഹു ഒരു പരീക്ഷണാർത്ഥം ആധിപത്യം കൊടുക്കുകയാണ്. ആധിപത്യം എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുക്കുകയാണ്. ഇബ്ലീസ് അവന്റെ പല വസ്വാസുകളുമായി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേരെ ചെന്നു. ഇബ്ലീസിനെ കണ്ണുകൊണ്ട് നേരെ കാണാണ് അയ്യൂബ് നബി അലൈഹിസ്സലാം. അവന്റെ നേരെ നോക്കിയതേയില്ല, മൈൻഡ് ചെയ്തില്ല അയ്യൂബ് നബി. ഇബ്ലീസിനെ അങ്ങ് വകവെച്ചില്ല. അപ്പോൾ ഇബ്ലീസ് തോറ്റു. വീണ്ടും അല്ലാഹുവിന്റെ മുന്നിൽ ചെന്നിട്ട് പറഞ്ഞു, ഇന്നഹു ഖദ് ഇംതനഅ അലയ്യ. പടച്ച റബ്ബേ, അവനെ വസ്വാസാക്കാൻ നോക്കിയിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അലൈഹിസ്സലാം മഹാനവറുകളെ വസ്വാസാക്കാൻ നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ല തമ്പുരാനെ. അതുകൊണ്ട് അല്ലാഹുവേ, ഫസല്ലിത്നി അലാ മാലിഹി. ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും വലിയ ഒരു ദൗർബല്യമാണല്ലോ അയാളുടെ സമ്പാദ്യം, സമ്പത്ത്. അദ്ദേഹത്തിന്റെ മുതലിന്റെ മേൽ, സമ്പത്തിന്റെ മേൽ എനിക്ക് നീ ആധിപത്യം തരുമോ? അല്ലാഹു ആധിപത്യം കൊടുത്തു. വകാന യജീഉ വയഖൂലു ലഹു ഹലക മിൻ മാലിക കദാ വകദാ. സമ്പന്നനായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാം. പാരമ്പര്യ സമ്പത്തുള്ള മഹാനായിരുന്നു. ധാരാളം കൃഷിയുള്ള മഹാനായിരുന്നു. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മഹാനായ കർഷകനായിരുന്നു അയ്യൂബ് നബി എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു, ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഇബ്ലീസിന് അല്ലാഹു മഹാനവറുകളുടെ സമ്പത്തിൽ ആധിപത്യം കൊടുത്തു. മഹാനവറുകൾ ഇബാദത്തുമായ ഒരു ഭാഗത്ത് ഒതുങ്ങിക്കൂടാ. ഇബ്ലീസ് നിമിഷാർദ്ധങ്ങൾ കൊണ്ട് എല്ലാ സമ്പത്തും നശിപ്പിച്ചിട്ട് അയ്യൂബ് നബിയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, ഓ പ്രിയപ്പെട്ടവരെ, താങ്കളുടെ ഇന്ന സമ്പത്തൊക്കെ നശിച്ചു പോയി. മഹാനവറുകളുടെ ഇബാദത്തിൽ നിന്നും എഴുന്നേറ്റ് വരും. അതാ ഇബ്ലീസ് പറഞ്ഞത് പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലൊക്കെ മുടക്കി അവിടുന്ന് എണീറ്റ് വരുമെന്നാ ഇബ്ലീസ് വിചാരിച്ചത്. അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, അല്ലാഹു അഅ്താ വല്ലാഹു അഖദാ. തന്നത് അള്ളയാണ്, ഈ സമ്പത്തൊക്കെ തന്നത് അള്ളയാണ്, തിരിച്ചെടുത്തതും അല്ലാഹുവാണ്. അതുകൊണ്ട് മഹാനവറുകൾ അവിടെ വെച്ചുകൊണ്ട് ഇബ്ലീസിനെ കേൾപ്പിച്ചിട്ടങ്ങ് പറഞ്ഞു, പടച്ചോന് ധാരാളം ഹംദ് പറഞ്ഞു. പടച്ച റബ്ബേ, നീ തന്നത് നീ എടുത്തു, അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇബ്ലീസിന് വല്ലാത്ത അസഹ്യമായ പ്രയാസ ഈ അൽഹംദുലില്ലാ എന്ന് കേൾക്കുമ്പോൾ. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ്സിൽ ഒരിക്കൽ പോലും പറയാത്തൊരു വർത്താനാണിത്. ഇബ്ലീസ് പണ്ട് ഇബാദത്തിൽ ഒരു കാലത്തും അൽഹംദുലില്ലാ പറഞ്ഞിട്ടില്ലൊരു മറത്തും. വഹബന്നവർ പറയുന്നു, പറഞ്ഞിരുന്നെങ്കിലേ
വീഴുന്നതല്ലൊരു കാലവും ഈ കുഴിയിലേ. ഇബ്ലീസിനെ കേൾപ്പിച്ചുകൊണ്ട് ഹംദ് പറയാൻ തുടങ്ങി. ഇബ്ലീസ് അതാ വഷളാകുന്നു. അള്ളാഹുവിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് പറയുന്നു, യാ റബ്ബി ഇന്ന അയ്യൂബ ലാ യുബാലി. അള്ളാഹുവേ, അയ്യൂബ് എന്ന് പറയുന്ന മഹാൻ അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടതിൽ പ്രശ്നമാക്കുന്നില്ല. ഇനി അടുത്ത വീക്ക് പോയിന്റ്, ഇബ്ലീസ് അല്ലാഹുവോട് പറഞ്ഞു, ഫസല്ലിത്നി അലാ വലദിഹി, അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് ആധിപത്യം തരണേ. അള്ളാഹു അനുവാദം കൊടുത്തു. ഫജാഅ വസൽസലദ്ദാറ ഫഹലക ഔലാദുഹു ബിൽകുല്ലിയ. ഇബ്ലീസ് ചെന്നുകൊണ്ട് അയ്യൂബ് നബിയുടെ മനോഹരമായ വീട് പിടിച്ചങ്ങു കുലുക്കി. വീട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ്. അതിന്റെ അകത്ത് മക്കളുണ്ടായിരുന്നു. എല്ലാവരും ഫഹലക ഔലാദുഹു ബിൽകുല്ലിയത്തി, എല്ലാ മക്കളും മരണപ്പെട്ടു പോയി. ഈ വിഷയം വന്നുകൊണ്ട് ഇബ്ലീസ് വന്ന് അയ്യൂബ് നബിയോട് പറഞ്ഞു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫലം യൽതഫിത്ത് ഇലൈഹി, അവന്റെ ഭാഗത്തേക്ക് നോക്കിയ പോലുമില്ല എന്നാ. കാരണം 2-3 പ്രാവശ്യമായി പോയി മൂപ്പര് വരണ, തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അയ്യൂബ് നബിക്ക് അറിയാം ഇതൊക്കെ വിനയം കാണിക്കണമെന്ന്. മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിഞ്ഞു നോക്കിയില്ല. ഇബ്ലീസ് ചെന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, യാ റബ്ബി. ഓ, ഇബ്ലീസിന്റെ ഈമാൻ നോക്കണേ. യാ റബ്ബി, എന്റെ റബ്ബേ, എന്റെ റബ്ബേ. ഇല്ല, ഈമാൻ ഉണ്ടായിട്ട് കാര്യമല്ലോ, ഹിദായത്ത് വേണ്ടേ? ഹിദായത്തില്ലാതെ ഈമാൻ ഉണ്ടായിട്ട് എന്ത് കാര്യം? ഹുദല്ലിൽ മുത്തഖീൻ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്നാ ഖുർആൻ പറഞ്ഞത്. ഹുദല്ലിൽ മുത്തഖീൻ, ഹിദായത്ത് ആദ്യം പറഞ്ഞിട്ടാ യുഅ്മിനൂന ബിൽ ഗൈബ് പറഞ്ഞ ഈമാൻ പറഞ്ഞത്. ഈമാന്റെ മുന്നേ ഹിദായത്താ വേണ്ടത്. അള്ളാഹു ഈമാനും ഹിദായത്തും നമുക്ക് തരട്ടെ. ഈമാനും ഹിദായത്തും ഒരാൾക്ക് ഒരേ സമയം ഉണ്ടാവണം, എന്നാലേ ഉപകാരമുള്ളൂ. ഈമാൻ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ മൂപ്പർക്ക് ഈമാനുണ്ട്, പക്ഷെ ഹിദായത്തില്ല. ഹിദായത്ത് മഹാന്മാരുടെ വഴിയിലേ കിട്ടുള്ളൂ. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. അള്ളാഹു നിഅമത്ത് ചെയ്തവരുടെ വഴിയിലെ ഹിദായത്തുള്ളൂ. ആ വഴിയിലൊക്കെ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. ഏതായാലും മക്കള് മരിച്ചത് പ്രശ്നമല്ല, സമ്പത്ത് നശിച്ചത് പ്രശ്നമല്ല. ഫസല്ലിത്നി അലാ ജസദിഹി, റബ്ബേ, അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ എല്ലുകളിലും മാംസങ്ങളിലും അവയവങ്ങളിലും എനിക്ക് നീ ആധിപത്യം തരണം. ഫഅദിന ഫീഹി, അല്ലാഹു ഇബ്ലീസിന് ആ വിഷയത്തിൽ അനുവാദം കൊടുത്തു. ഇമാം റാസി രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ഇബ്ലീസ് ചെന്നുകൊണ്ട് ദൂരെ നിന്നുകൊണ്ട് ഫനഫഖ ഫീ ജസദി അയ്യൂബ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിലേക്ക് ഇബ്ലീസ് ഒന്നങ്ങ് ഊതി. പൈശാചികമായ ഒരു പ്രശ്നമാണ് ഇനി ഇവിടെ ഉണ്ടാവുന്നത്. അതോടുകൂടെ ഇബ്ലീസിന്റെ വിഷലിപ്തമായ വാതകമങ്ങ് നിർഗളിച്ചതോടുകൂടെ അയ്യൂബ് നബിയുടെ ശരീരത്തിൽ സ്പർശിതമായതോടുകൂടെ അയ്യൂബ് നബിയിൽ വലിയ വേദന, അസഹ്യമായ വേദനയും അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളും രൂപം കൊണ്ടു. മഹാനവറുകൾ ആ പ്രയാസത്തിൽ കഴിഞ്ഞുകൂടി. എത്രയോ വർഷങ്ങൾ കഴിഞ്ഞുകൂടി. സിനീൻ, കുറെ കൊല്ലങ്ങളോളം അങ്ങനെ കഴിഞ്ഞുകൂടി. അവസാനം ശരീരത്തിൽ വന്നിരിക്കുന്ന വ്രണങ്ങൾ അത് ദുർഗന്ധം വമിക്കുന്ന ഒരവസ്ഥയിലേക്ക് ചീഞ്ഞു തുടങ്ങിയ നേരത്ത് ജനങ്ങൾ മുഴുവനും മഹാനവറുകളെ നികൃഷ്ടമായി കാണാൻ തുടങ്ങി. ഇനി ഇബ്നു കസീർ പറയുന്നത് നോക്കിക്കോ. ആ ശരീരത്തിലെ വ്രണം അങ്ങ് വ്യാപിച്ചിട്ട് ശരീരത്തിൽ ലം യബ്ഖ മിൻ ജസദിഹി മഗ്റസു ഇബ്റത്തിൻ സലീമൻ സിവാ ഖൽബിഹി, ശരീരത്തിന്റെ അകത്തും പുറത്തും ഈ വ്രണമങ്ങ് വ്യാപിച്ചിട്ട് ഒരു സൂചി കുത്താനുള്ള ഇടം, രോഗമില്ലാത്ത അവസ്ഥ ഉണ്ടായിട്ടില്ലല്ലോ. ഭാഗത്തും ഇതിങ്ങനെ പടർന്നിരിക്കാണ്. ശരീരത്തിൽ ഒരു സ്ഥലത്തും ഉള്ളും പുറവുമാണ്. ഉള്ളും പുറവും അതുപോലത്തെ ഒരു രോഗം മുമ്പ് ആർക്കും കിട്ടിയിട്ടില്ല, ശേഷവുമില്ല. ഒരു ഭാഗത്ത് മാത്രം രോഗമെത്തിയിട്ടില്ല. അത് എവിടെയാണെന്നറിയുമോ? സിവാ ഖൽബിഹി, അയ്യൂബ് നബിയുടെ ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയത്തിന്റെ അകത്തേക്ക് മാത്രം രോഗമെത്തിയിട്ടില്ല. വലം യബ്ഖ ലഹു മിൻ ഹാലിദ് ദുനിയാ ശൈഉൻ യസ്തഈനു ബിഹി അലാ മർളിഹി, അന്ന് ആ കാലഘട്ടത്തിൽ ഈ ദുനിയാവിന്റെ അവസ്ഥയിൽ മഹാനവറുകൾക്ക് ഈ രോഗത്തിൽ ഒരു ആശ്വാസമാകുന്ന ഒരു വസ്തുവും ഇവിടെ ഇല്ല. ഈ ഭൂമിയിൽ ഒരു മരുന്നില്ല, ഒരു കാലാവസ്ഥയില്ല, ഒരു ശാരീരികമായ അവസ്ഥയെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു വിശേഷങ്ങളും മഹാനവറുകളുടെ ചുറ്റിലുമില്ല. ദുനിയാവ് തന്നെ ഈ രോഗത്തിന് അലർജി ആയേക്കാം.
ഈ രോഗമുള്ള ആൾക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റൂലാത്ത അവസ്ഥയിൽ മഹാനവറുകൾ കഠോരമായി പരീക്ഷിക്കപ്പെടാണ്. ആ സമയത്ത് അള്ളാഹു കൊടുത്തൊരു ആശ്വാസം, ഗൈറ അന്ന സൗജത്തഹു, എങ്കിലും പറയട്ടെ മഹാനവറുകളുടെ ഭാര്യ, ആ ഭാര്യയുടെ പേര് റഹ്മത്ത് എന്നാണ് റളിയല്ലാഹു അൻഹാ. മഹദി അവറുകൾ ഈ അവസ്ഥയിൽ എല്ലാരാലും അകറ്റി നിർത്തപ്പെടുന്ന അവസ്ഥയിലും ഹഫളത് വുദ്ദഹു, ഈ ഭർത്താവിന്റെ ഇഷ്ടത്തെ, അദ്ദേഹത്തോടുള്ള പ്രണയത്തെ ആ ഭാര്യ കളഞ്ഞില്ല, സൂക്ഷിച്ചു. കാരണമുണ്ട്, ലീമാനിഹാ ബില്ലാഹി വറസൂലിഹി, ഇത് അള്ളാഹുവിന്റെ റസൂലാണെന്നറിയാം. മഹാനവറുകളെ കൊണ്ട് ഈ ഭാര്യ ഉൾക്കൊണ്ടിരിക്കുന്ന ഈമാന്റെ കാരണം കൊണ്ടാണ് അവരത് ഉപേക്ഷിക്കാതിരുന്നത്. മഹാനവറുകൾക്ക് ഒരു ചെറിയ ശമ്പളത്തിന്, ഒരു ചെറിയ കൂലിക്ക് ഈ സഹോദരി പണിക്ക് പോകും, ജനങ്ങൾക്ക് വേല ചെയ്തു കൊടുക്കും. കിട്ടുന്ന തുച്ഛമായ പണം കൊണ്ട് തന്റെ കുടുംബം, മക്കളൊക്കെ മരിച്ചുപോയല്ലോ, പ്രിയപ്പെട്ട ഭർത്താവിനെ ശുശ്രൂഷിക്കും, കുടുംബത്തിൽ പാചകം ചെയ്യും. മഹദി അവറുകൾ ഭർത്താവിന് ആവശ്യമുള്ള ഭക്ഷണം കൊടുക്കും. എത്ര നാളാണെന്നറിയോ? 18 കൊല്ലത്തോളം ഒരു ഞായറാഴ്ചയുടെ ലീവ് പോലും ഇല്ലാതെ ഈ പെണ്ണിങ്ങനെ ഖിദ്മത്ത് ചെയ്തു. ഒരിക്കലും മാറി വരും എന്ന പ്രതീക്ഷയില്ലാത്ത, മാറാവ്യാധിയല്ല, ഈ അസുഖം മാറും വ്യാധിയായിരുന്നു എന്ന് നാട്ടിക ഉസ്താദ് പറഞ്ഞ പോലെ ഇത് മാറി വന്ന അസുഖമാണ്. നബിമാർക്ക് ഇങ്ങനത്തെ അസുഖം മാറാവ്യാധി അള്ളാഹു കൊടുക്കൂലല്ലോ, എന്തെങ്ങനെ കൊടുത്ത്? ഇത് മാറും വ്യാധി ആയതുകൊണ്ടാണ് 18 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇത് മാറിയതെന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ഈ 18 കൊല്ലം കഴിഞ്ഞ് ഇത് മാറി വരുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ലാതെ ആ കാട്ടിൽ ജനങ്ങൾ കാണാത്ത ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ പെണ്ണ് 18 കൊല്ലം ഖിദ്മ ചെയ്തു. എല്ലാവരും മഹാനവറുകളെ ഉപേക്ഷിച്ചു. പ്രിയപ്പെട്ട ഭാര്യയല്ലാത്ത എല്ലാവരും ഈ മഹാൻ ഉപേക്ഷിച്ചു. فإنها كانت لا تفارقه صباحا ولا مساء إلا بسبب خدمة الناس ثم تعود إليه قريبا. ആ ജോലിക്ക് പോകുന്ന നേരമല്ലാത്ത എല്ലാ നേരവും ഭർത്താവിന്റെ കൂടെ 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 ഈ പെണ്ണുണ്ട്. രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. ആ ജോലിക്ക് പോകുന്ന കുറഞ്ഞ സമയമല്ലാത്ത എല്ലാ സമയവും. ജോലി കഴിഞ്ഞാൽ മഹദി അവറുകൾ തഊദു ഇലൈഹി ഖരീബ, പെട്ടെന്ന് തന്നെ ഓടിയെത്തും ഭർത്താവിന്റെ അടുത്തേക്ക്. ഇബ്നു കസീർ രേഖപ്പെടുത്താണ്. ആ അർത്ഥത്തിൽ ഭർത്താവിനെ മഹദി അവറുകൾ പരിഗണിച്ചു, പരിചരിച്ചു. ഇമാം റാസി പറയുന്നു, മഹാനവറുകൾ ജനങ്ങൾ അകന്ന കാരണം കൊണ്ട് അവിടുന്ന് വിട്ട് മരുഭൂമിയുടെ ഒറ്റപ്പെട്ട ഭാഗത്തേക്ക് പോയി, ആൾ സഞ്ചാരമില്ലാത്ത ഭാഗത്ത്. അവസ്ഥ പ്രതികൂലമായിരിക്കുമല്ലോ, വെള്ളം കിട്ടാനൊക്കെ പ്രയാസമുണ്ടോ, എല്ലാം കൊണ്ടും പ്രതികൂലമായ ഒരു അവസ്ഥ തന്നെ ഇപ്പോഴും മഹാനവറുകൾക്ക് വന്നിരിക്കുകയാണ്. ഒരാളും അടുത്ത് വരാനില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ 18 കൊല്ലം ഒരു പെണ്ണ് അസഹ്യമായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി ജീവിതത്തെ ഇങ്ങനെ ഹോമിക്കുമ്പോ ആ പെണ്ണിന്റെ മനസ്സ് ഒന്ന് ചാഞ്ചാടിയിട്ടില്ല. ആ പെണ്ണിന്റെ മനസ്സിൽ ഇതുവരെ ഒരു ഇഷ്ടക്കുറവില്ല, ഒരു അറപ്പില്ല, വെറുപ്പില്ല. ആ പെണ്ണിന്റെ മനസ്സിൽ നിരാശയില്ല, സങ്കടമില്ല. എന്നാലും അയ്യൂബ് നബിയുടെ മുന്നിൽ തോറ്റുപോയ ഇബ്ലീസ് മഹദിയായ റഹ്മാ റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പറയാണ്, ലൗ അന്ന സൗജക ഇസ്തആന ബി ലഖല്ലസതുഹു മിൻ ഹാദൽ ബലാ. പെണ്ണേ, നിന്റെ ഭർത്താവ് എന്നോട് അദ്ദേഹം ഒരു സഹായം ചോദിച്ചാ, പെണ്ണെ നിന്റെ ഭർത്താവിന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം, മൂപ്പരോട് പറ എന്നോട് സഹായം ചോദിക്ക്, ഞാൻ സഹായിക്കാന്ന് പറ, ഈ രോഗം ഞാൻ മാറ്റിത്തരാന്നൊന്നും പറയ്. ഈ പാവം സഹോദരി ചെന്നുകൊണ്ട് ഒരാൾ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ അസുഖം അയാൾ മാറ്റിത്തരാ, അയാളോടൊന്ന് ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചാൽ മൂപ്പര് മാറ്റിത്തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഭാര്യ ചെന്ന് ഭർത്താവിനോട് വിഷയം പറഞ്ഞു. ഈ സാധുവായ സഹോദരി അത് ഇബ്ലീസാണെന്ന് മനസ്സിലാക്കി പറഞ്ഞതല്ല. അയ്യൂബ് നബിക്ക് ആ ഉദ്ധരണിയുടെ പദപ്രയോഗങ്ങൾ കേട്ടപ്പോ ഇബ്ലീസിനെ ഇത്ര കണ്ട് പഠിച്ച മഹാൻ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു, അത് ഇബ്ലീസാണ്. എന്തിനാണ് അവന്റെ വാക്കെന്റെ അടുത്ത് നീ ഉദ്ധരിച്ചത് എന്ന ദേഷ്യത്താൽ ഫഹലഫ ബില്ലാഹി, ദേഷ്യം കൊണ്ട് സത്യം ചെയ്തു അല്ലാഹുവിനെ മുൻനിർത്തി, പടച്ചോനെ ലഇൻ ആഫാഹുല്ലാഹു ലയജ്ലിദന്നഹാ മിഅത ജിൽദ,
എനിക്ക് പടച്ചോനെങ്ങാനും ആഫിയത്ത് തന്ന ഇവളെ ഇബ്ലീസിന്റെ വാക്ക് കിട്ടന്റെ അടുത്ത് ഒന്ന് വർത്താനം പറഞ്ഞ ഇവളെ ഞാൻ 100 അടി അടിക്കൂന്ന് മഹാനവറുകൾ ദേഷ്യത്തിന്റെ പുറത്ത് സത്യം ചെയ്തു. പക്ഷേ വിഷമം ഉണ്ടായി. ഈ പാവപ്പെട്ടവൾ എന്തിനാ ഞാൻ തല്ല. കുറച്ച് കഴിഞ്ഞപ്പോ ദേഷ്യമൊക്കെ പോയപ്പോ ഞാൻ തല്ലൂന്ന് അല്ല സത്യം ചെയ്ത് പറഞ്ഞു പോയല്ലോ, ഇനി അത് ചെയ്യാതെ പറ്റില്ലല്ലോ, ഒരു കുറ്റബോധമായി. ഇബ്ലീസ് പറഞ്ഞ കാര്യം വന്ന് പറഞ്ഞതിന്റെ പേരിലാണ് മഹാനവറുകൾ തല്ലുമെന്ന സത്യം ചെയ്തത് എന്ന ഒരു ഉദ്ധരണിയുമുണ്ട്. മഹദി അവറുകൾ വെള്ളം എടുക്കാൻ പോയിട്ട് വരാൻ വൈകിയപ്പോൾ കാണാതെ വന്നപ്പോൾ ദേഷ്യം വന്നപ്പോൾ അപ്പോൾ പറഞ്ഞതാണ് സത്യം ചെയ്തതാണ് എന്ന ഒരു ഉദ്ധരണിയും കാണാം. ഏതായാലും ഭാര്യയെ ഞാൻ തല്ലും, എന്റെ അസുഖം എങ്ങാനും മാറിയ ഒരു 100 അടി അടിക്കും. അയ്യൂബ് നബി 100 തല്ലി എന്ന് പറഞ്ഞ് നാളെ മുതൽ തല്ലാൻ ഇത് തെളിവാക്കേണ്ട കാര്യമില്ല. അത് വേറെ ലെവലാണ് അയ്യൂബ് നബി. അയ്യൂബ് നബി അങ്ങനത്തെ മഹാനാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിയ വലിയൊരു ആബിദായ വലിയൊരു മഹാനായ മനുഷ്യനാണ്. ഭാര്യ അതുപോലത്തെ ഒരു സഹോദരിയുമാണ്. അപ്പൊ ഈ രീതിയിൽ അവരുടെ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പൊ ഏതായാലും തല്ലാൻ തീരുമാനിച്ചു. ഈ സംഭവം ഖുർആൻ പറയുന്നുണ്ട്, അതിന് പരിഹാരം അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഏതായാലും ഫലമ്മാ കാനത്ത് അസുഖം മാറുന്ന അവസ്ഥയിലേക്ക് ചർച്ചകൾ നീങ്ങട്ടെ. ഫലമ്മാ കാനത്ത് ദാത്ത യൗമിൻ അബ്തഅ അലൈഹാ, ഒരു ദിവസം മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യ റഹ്മ റളിയല്ലാഹു അൻഹാ മഹാനവറുകൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വരേണ്ട സമയത്ത് ഒരല്പം വരാൻ താമസിച്ചു. എന്തോ സ്വാഭാവികമായ തടസ്സങ്ങളൊക്കെ ഉണ്ടായപ്പോൾ വരാൻ വൈകി. ആ നേരത്ത് അള്ളാഹു വഹി അറിയിച്ച അയ്യൂബ് നബിക്ക്. അയ്യൂബ് നബിയോട് അള്ളാഹു പറഞ്ഞത് ഉർകുൽ ബിരിജ്ലിക ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. അയ്യൂബ് നബിയെ, ദുർഗന്ധം വമിക്കുന്ന കാലുണ്ടല്ലോ, അതുകൊണ്ട് ഭൂമിയിലൊന്ന് തട്ടിയാൽ 2 ഉറവ വരും. ഒന്ന് ചൂടുവെള്ളവും ഒന്ന് തണുത്ത വെള്ളം. അതിൽ ചൂടുള്ള വെള്ളം വെച്ചിട്ട് അങ്ങ് കഴുകി ശരീരം മൊത്തം വൃത്തിയാക്കുക, ആ തണുത്ത വെള്ളം കുടിക്കുക. ഇമാം ബൈലാവി കൊടുക്കുന്ന വ്യാഖ്യാനം എങ്ങനെയാണ്? ബറക്കത്തുള്ള വെള്ളം മഹാന്മാര് സ്പർശിച്ചത് ബറക്കത്താണ് എന്ന ഒരു തെളിവാണ് ഖുർആൻ ഈ പറയുന്നത്. അതുകൊണ്ട് രോഗത്തിന് ശിഫ കിട്ടുകയാണ്, അതല്ലാതെ വേറെ പരിഹാരമില്ല. മഹാന്മാര് സ്പർശിച്ചിട്ടുള്ള അവരുടെ മുബാറക്കായ ഇടപെടൽ ഉള്ള എന്തിനും ശിഫക്കുള്ള ഒരു പവർ ഉണ്ട് എന്ന് അള്ളാഹു പഠിപ്പിക്കാം. അയ്യൂബ് നബി അങ്ങ് കുളിച്ചു, കഴുകി, ആ വെള്ളം കൊണ്ട് ശരീരത്തിന്റെ വ്രണം മുഴുവൻ നനച്ചു. അള്ളാഹുവേ, എന്തൊരത്ഭുതം! ആ ശരീരം വല്ലാത്ത സൗന്ദര്യത്തിലേക്ക്, വ്രണങ്ങളൊക്കെ പോയി നിമിഷങ്ങൾ കൊണ്ടാണ് ഈ മാറ്റം വരുന്നത്. സാധാരണ വരുന്നതിനേക്കാൾ ഒരു അല്പം വൈകി വരുന്ന ഭാര്യ ഈ അവസ്ഥയിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മഹദി അവറുകൾ കണ്ടപ്പോ കുറഞ്ഞ നേരം കൊണ്ട് ഈ രോഗം മൊത്തവും മാറി, ശരീരത്തിന് പുതിയ വിശേഷം വന്നിരിക്കുന്നു. ശരീരം വല്ലാത്ത സൗന്ദര്യം. മഹദി അവറുകൾ 18 വർഷം രാവും പകലും ഇപ്പൊ കൂടെ ഉണ്ടായിരുന്നുള്ള രോഗിയായിരുന്നപ്പോ മഹദി അവറുകൾ വന്നപ്പോ, പടച്ച റബ്ബേ, ഐ ബാരക്കല്ലാഹു അലൈക വഫീക ഹൽ റഅയ്ത നബിയല്ലാഹി ഹാദൽ മുബ്തല. അവിടെ വന്നപ്പോ രോഗമില്ലാത്തൊരു മനുഷ്യനിരിക്കുന്നു. ഭാര്യ ചോദിച്ചായിരിക്കുന്ന മനുഷ്യനോട്, അല്ല സഹോദര, അള്ളാഹുവിന്റെ നബിയായ അയ്യൂബ് എന്ന് പറയുന്ന ഒരു വലിയ മഹാൻ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം രോഗിയായിരുന്നു. അദ്ദേഹത്തിന് രോഗമില്ലാത്ത ശരീരപ്രകൃതമായിരുന്നുവെങ്കിൽ ഏകദേശം നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കും. ആ മനുഷ്യനെ നിങ്ങൾ കണ്ടോ? ഫവല്ലാഹി അലാ ദാലിക മാ റഅയ്തു റജലൻ അസ്ബഹ ബിഹി മിൻക ഇദാ കാന സ്വഹീഹൻ. എന്റെ ഭർത്താവായ അയ്യൂബ് നബി എന്ന് പറയുന്ന മഹാനായ മനുഷ്യൻ ആ വ്രണം വന്നിട്ടുള്ള വലിയ രോഗം ഇല്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം ശാരീരികമായി ആരോഗ്യമുള്ള അവസ്ഥയായിരുന്നുവെങ്കിൽ ഏകദേശം നിങ്ങളെപ്പോലെ ആയേനെ. ഏതാണ്ട് നിങ്ങളോട് സാമ്യമുള്ള ഒരു മനുഷ്യനാണ്. ആ മഹാൻ ഇവിടെ ഞാൻ കാണുന്നില്ല, നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയ്യൂബ് നബി പറയുന്നുണ്ട്, പെണ്ണെ, അത് ഞാൻ തന്നെയാ. അള്ളാഹു എന്റെ രോഗത്തിന്റെ മരുന്നായി വെള്ളം തന്നു, വെള്ളം ഇതാണെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മഹാന്മാരുടെ ജീവിതം അങ്ങനെയായിരുന്നു. ഇനി എന്താ, ഒരു സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു, പടച്ച റബ്ബേ, എന്റെ രോഗം മാറിയ ഇബ്ലീസ് പറഞ്ഞത് കേട്ട് ഇവിടെ വന്ന് വർത്താനം പറഞ്ഞ ഇവളെ ഞാൻ തല്ലൂന്ന് നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. നേർച്ചയല്ല, സത്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സത്യം ഒന്ന് നടപ്പാക്കണമല്ലോ. അള്ളാനെ മുൻനിർത്തി ചെയ്യുന്ന സത്യങ്ങൾ സത്യം ചെയ്യുമ്പോൾ വായി തോന്നിയത് ഇങ്ങനെ പറയാൻ പാടില്ല. അള്ളാനാണേടാ അങ്ങനെ പെട്ടെന്ന് പറ്റൂല. ഏറ്റവും ക്രിട്ടിക്കൽ സ്റ്റേജിൽ മാത്രമേ എപ്പോഴും സത്യം ചെയ്യൽ കൊള്ളൂല. എപ്പോഴും സത്യം ചെയ്യുന്നവനൊരു കളവ് പറയുന്നവനാവാൻ സാധ്യത കൂടുതലാണ്. അള്ളാണെ അതെപ്പോഴും പറയാൻ നിൽക്കണ്ട.
അല്ലാതെ അള്ളാനെ മുൻനിർത്തിയ സത്യം ചെയ്യാൻ പാടുള്ളൂ, അത് വേറെ കാര്യം. അതെപ്പോഴും ഇങ്ങനെ പറയാൻ പാടില്ല. ഏതായാലും സത്യം ചെയ്തു പോയല്ലോ, സഹികെട്ട് സത്യം ചെയ്തതാണ്, ഇതിനൊരു പരിഹാരം വേണമല്ലോ. മഹാനവറുകൾ എന്ത് ചെയ്തു? അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മഹാനവറുകൾ 100 പുല്ലുകൾ, ഒരു പ്രത്യേക തരത്തിലുള്ള പുല്ലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് കെട്ടി ഒരൊറ്റ കെട്ടുണ്ടാക്കിയിട്ട് ആ 100 പുല്ലുകളുടെ ആ ഒറ്റ കെട്ടുകൊണ്ട് ഒരൊറ്റ അടി കൊടുത്തു. ഒരേ സമയം പുല്ലാവുമ്പോ വേദന എടുക്കൂല, ഒറ്റ അടിക്ക് 100 അടിയാണ്, 100 അടി തീരുകയും ചെയ്തു. ആ രീതിയിൽ ആ സത്യത്തെ മഹാനവറുകൾ പാലിച്ചു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. നമുക്കേതായാലും ആ ആയത്തുകളൊന്ന് അർത്ഥം പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് തൽക്കാലം അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പൊ നല്ലൊരു ഭാര്യ, 18 വർഷം ഭർത്താവിന് ഖിദ്മത്ത് ചെയ്ത ലക്ഷണമൊത്ത ഒരു ഭാര്യയുടെ വിശേഷമാണ് ഖുർആൻ ഈ പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. എന്റെ പ്രിയപ്പെട്ട അടിമ അയ്യൂബ് നബിയെ അങ്ങ് ഓർക്കണം. അള്ളാഹുവിനെ ആ മഹാൻ വിളിച്ചു ദുആ ചെയ്തു, പടച്ച റബ്ബേ എനിക്ക് പൈശാചിക പ്രയാസങ്ങൾ വന്നിട്ടുണ്ട്. അള്ളാഹു പരിഹാരം പറഞ്ഞത്, അങ്ങയുടെ കാലുകൊണ്ട് അങ്ങ് ഭൂമിയിലൊന്ന് തട്ടണേ, അപ്പോൾ അങ്ങേക്ക് അവിടെ നിർഗളിച്ചു വരും. ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. 2 ഉറവ അവിടെ പൊട്ടിവരും. അതിൽ ഒരെണ്ണം ചൂടുവെള്ളമാണ്, ചൂടുള്ളത് കൊണ്ട് അങ്ങ് കഴുകണം. എന്നിട്ടോ മറ്റേത് സാധാ വെള്ളമാണ്, അതങ്ങ് കുടിക്കണം. അങ്ങനെ അള്ളാഹു നിർദ്ദേശിച്ചു. ഇമാം ബൈദാവി കൊടുക്കുന്ന വ്യാഖ്യാനാണ്. വവഹബ്നാ ലഹു അഖ്ലഹു. ഇബ്ലീസ് വന്നുകൊണ്ട് ആദ്യത്തെ പരീക്ഷണങ്ങളിൽ മക്കളെ കൊന്നല്ലോ. വീട് പിടിച്ചു കുലുക്കിയപ്പോൾ തകർന്നു വീണ വീടിന്റെ അവശിഷ്ടങ്ങളിൽ മക്കൾ നാമാവിശേഷമായല്ലോ. അള്ളാഹു പറയുന്നു, ആ മഹാനുഭാവന്റെ മരിച്ചുപോയ കുടുംബത്തെ അള്ളാഹു നൽകി. അഹ്യല്ലാഹു ലഹു മമ്മാത മിൻ ഔലാദിഹി വറസഖഹു മിസ്ലഹും. ഇപ്പൊ മരിച്ചുപോയ മക്കൾ എത്ര പേരാണോ ആ മക്കൾ അതുപോലെ തന്നെ 18 കൊല്ലങ്ങൾക്ക് ശേഷം ജീവിച്ചാൽ അവർക്കുണ്ടാകാവുന്ന ആ പക്വതയിലേക്ക് പ്രായ വ്യത്യാസമില്ലാതെ ഇടയിൽ മരണം സംഭവിച്ച മക്കളെ അത്ഭുതത്തോടു കൂടി അള്ളാഹു തആല പുനർജീവിപ്പിച്ചു കൊടുത്തു. അന്ന് മരിച്ചുപോയ മക്കൾ ഇതാ അവര് 18 കൊല്ലം ജീവിച്ചാൽ എന്താണോ പക്വത പ്രായം, ആ രീതിയിലേക്ക് അള്ളാഹു ആ മക്കളെ പുനർജീവിപ്പിച്ചു കൊടുത്തു. അതാണ് അള്ളാഹു പറഞ്ഞത്, വവഹബ്നാ ലഹു അഖ്ലഹു. മാത്രവുമല്ല, പിൽക്കാലത്ത് ഈ മരിച്ചുപോയ അത്രയും മക്കളെ പോലത്തെ തന്നെ എണ്ണത്തിലും വണ്ണത്തിലും വേറെയും മക്കൾ മഹാനവറുകൾക്ക് ഉണ്ടായി. റഹ്മത്തൻ മിന്നാ, നമ്മിൽ നിന്നുള്ള റഹ്മത്താണത്. അള്ളാഹു അവന്റെ റഹ്മത്തിലേക്ക് നമ്മെ ചേർക്കട്ടെ. ഈ റഹ്മത്ത് മഹാനവറുകളുടെ ഭാര്യ റഹ്മത്തായതിന്റെ പേരിലാണ്. അങ്ങനത്തെ ഒരു ഭാഗ്യമുള്ള ഒരു പെണ്ണായിരുന്നു അത്. വദിക്റാ ലിഉലിൽ അൽബാബ്. അള്ളാഹുവിന്റെ ഖുദ്റത്തിനെ ആലോചിക്കുന്നവർക്ക് ഇതിൽ പാഠമുണ്ട്. അള്ളാഹു നമുക്ക് പാഠം തരട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സത്യം ചെയ്തല്ലോ, എന്റെ ഭാര്യനെ ഞാൻ തല്ലുമെന്ന് അള്ളാഹു പറഞ്ഞു. അയ്യൂബ് നബിയെ, ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പുല്ലുണ്ട്. ചെറിയ പുല്ലാണത്, നീളമുള്ളത്, ചെറുതാണ്, കനം കുറഞ്ഞത്. ആ കനം കുറഞ്ഞ പുല്ലങ്ങ് എടുക്കണം. എന്നിട്ട് ആ പുല്ല് കെട്ടാക്കി വെച്ചിട്ട് 100 വെച്ച് അങ്ങ് അടിക്കണം, ഭാര്യ അടിക്കണം. വലാത്തഹനസ് ചെയ്ത സത്യമങ്ങ് അത് പാഴാക്കേണ്ടതില്ല. അള്ളാഹ് തന്നെ വഴി പറഞ്ഞു കൊടുക്കാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണല്ലോ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. ഒരവസ്ഥയിൽ അങ്ങനെ പറഞ്ഞുപോയി, ഭാര്യനെ തല്ലൂന്ന് സത്യം ചെയ്ത് പറഞ്ഞുപോയി. അള്ളാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊടുക്കാം. പടച്ചോന് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ അള്ളാഹുടെ പൊരുത്തങ്ങട് വന്നിട്ടുണ്ടെങ്കിൽ അത് തിന്മയും നന്മയാവുന്ന യുബദ്ദിലുല്ലാഹു എന്ന ഖുർആൻ പറഞ്ഞത്. തിന്മേനെ അള്ളാഹു പിടിച്ചിട്ട് നന്മയാക്കിയിട്ട് അങ്ങോട്ട് രേഖപ്പെടുത്താൻ പറ്റും. അങ്ങനെയാണ്. അള്ളാഹുവിന് ഇഷ്ടപ്പെടണം. ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ മദ്യക്കുപ്പിയുമായി ഒരാൾ വരാം. പടച്ചോനെ, ഖലീഫത്തെ റോഡിന്റെ എതിരങ്ങോട്ട് നടന്നു വരുന്നു, എന്റെ കയ്യിൽ കള്ളും കുപ്പി ഇരിക്കും. അല്ലാ, ഞാൻ എന്റെ ജീവിതം പോവാണ്. ഖലീഫ കണ്ട എന്റെ കഴുത്ത് വെട്ടിക്കളയും. കള്ളും കുപ്പിയായിട്ട് വരണേ. ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കണ്ടു, പിടിച്ചു. ഉറപ്പാണ് ജീവൻ നഷ്ടപ്പെടും. ആ വേദനയിൽ മരണം മുന്നിൽ കാണാ. അതായത് ഉമർ റളിയല്ലാഹു കണ്ടപ്പോ പേടിച്ചിട്ട് മരിക്കൂന്നാണ് തോന്നിപ്പോവാ. ഉമർ റളിയല്ലാഹു പിടിച്ചു കൊന്നുകളയോ എന്ന് തോന്നിപ്പോവാ. മരിക്കൂന്ന് ഉറപ്പുള്ള ആൾ എന്തായാലും തൗബ ചെയ്യൂലോ.
മനസ്സിൽ തട്ടിയാണ് തൗബ ചെയ്തു. പടച്ചോനെ, ഒറ്റ സെക്കൻഡിൽ ചെയ്ത തൗബ, കുറ്റബോധം കൊണ്ട് ഇനി ഞാനിത് ചെയ്യൂല, അല്ലാഹ് എന്നെ രക്ഷപ്പെടുത്തണം. മനസ്സിൽ തട്ടി പറഞ്ഞ ആ വർത്താനം അള്ളാഹ്ക്ക് ഇഷ്ടായി. അത് മനസ്സിൽ തട്ടി തന്നെ പറഞ്ഞത് പടച്ച റബ്ബ് അദ്ദേഹത്തിന്റെ മനസ്സിലങ്ങ് തോന്നിച്ചു. ഉമർ തങ്ങൾ ചോദിച്ച ഇത് സുർക്കയാണെന്ന് പറഞ്ഞാൽ മതി, സുർക്ക അനുവദനീയാണല്ലോ, കള്ളല അനുവദനീയല്ലാത്തത്. അങ്ങനെ അങ്ങ് തോന്നിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താടാ കുപ്പിയില്? ഇത് സുർക്കയാണെന്ന് പറഞ്ഞു. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വാങ്ങി മണത്തി നോക്കി, ശരിയാണ്, ആ ഒറ്റ നിമിഷം കൊണ്ട് കള്ള് സുർക്കയായി. ഉമർ റളിയല്ലാഹു അൻഹു മുന്നിൽ രക്ഷപ്പെടുകയും ചെയ്തു. അള്ളാഹു ആ മനുഷ്യനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊടുത്തു. അപ്പൊ അള്ളാഹുവിന്റെ സഹായം നമ്മൾ വിചാരിക്കാത്തോടത്തേക്കൊക്കെ ഉണ്ടാവും. മഹാനവറുകൾക്ക് അള്ളാഹു കണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി, അള്ളാഹ് കൂടെ ഉണ്ടാവണ ആരുടെ കൂടെ? അല്ലേ? ദേഷ്യം കയറിയിരിക്കുന്ന ആൾക്കാരോട് സാധാരണ നമ്മൾ ഓതി കൊടുക്കാറുള്ള ആയത്തല്ലത്, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹ്. ഇവിടെ തന്നെ അള്ളാഹു പറഞ്ഞത്. അള്ളാഹു പറയുന്നു, നാം അയ്യൂബ് നബിക്ക് കണ്ടിരിക്കുന്ന ക്വാളിറ്റി, മഹാനവറുകൾ ക്ഷമയുള്ള മനുഷ്യനാണ്. നിഅമൽ അബ്ദു, എന്റെ ഇഷ്ടദാസന്മാർ എമ്പാടുമുണ്ട്, അവരൊക്കെ നല്ലതാണ്. ഏറ്റവും നല്ലതെന്റെ അയ്യൂബാണ്. ഇന്നഹു അവ്വാബ്, ധാരാളം തൗബ ചെയ്യുന്ന മഹാനാണ് അയ്യൂബ് നബി എന്ന് പരിശുദ്ധ ഖുർആൻ. ഏതായാലും ഈ ചരിത്രത്തിന്റെ നായകനേക്കാളും നായകന്റെ കൂടെ ജീവിച്ച പെണ്ണിനാണ് നായകനേക്കാളും ഈ ചരിത്രത്തിൽ നായികയാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിൽ ചരിത്രത്തിൽ ചർച്ചയായി തീരുന്നത്. ആ മഹ്ദി അവറുകൾ കുടുംബം നോക്കിയത്, ഭർത്താവിനെ ശുശ്രൂഷിച്ചത്, അള്ളാഹുവിന്റെ പൊരുത്തം നേടിയത്, ലോകത്തുള്ള വനിതകൾക്ക് മുഴുവൻ പാഠമാവാൻ പരിശുദ്ധ ഖുർആൻ നമ്മുടെ മുന്നിൽ പറയുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ.